വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൂക്ഷ്മദർശിനിനെ കുറിച്ചാണ്. ഇന്നലെയാണ് മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറച്ചൊരു പേഴ്സണൽ കണക്ഷൻ ഉള്ള ഒരു മൂവിയാണ്. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള MC ജിതിനും ഞാനും കൂടെ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ജിതിൻ്റെ സെക്കൻഡ് മൂവിയാണിത്. ആൻഡ് ഹിസ് ഫസ്റ്റ് മൂവി വാസ് നോൺസെൻസ്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി. പക്ഷേ ആ ഒരു സമയത്ത് വേണ്ടത്ര രീതിയിലുള്ള അപ്രീസിയേഷൻസ് ഒന്നും കിട്ടാതെ പോയിട്ടുള്ള ഒരു മൂവിയാണ്. അതിന്റെ റീസൺസും കാര്യങ്ങളൊക്കെ റിനോഷ് ജോർജ് നമ്മുടെ ബിഗ് ബോസിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റിനോഷ് ആയിരുന്നു അതിൽ മെയിൻ ആക്ടർ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് സൂക്ഷ്മദർശനിലേക്ക് വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ ട്രെയിലറും സോങ് ഒന്നും കണ്ടപ്പോൾ എനിക്ക് അത്ര ഒരു പ്രോമിസിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കൂടെ പഠിച്ച ഒരാളുടെ മൂവി വന്നിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സൂക്ഷ്മദർശിനി കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിയേറ്ററിലെത്തി പടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ടു എൻഡ് ഉണ്ടല്ലോ, ഞാൻ ആക്ച്വലി അത്രയും ക്യൂരിയസ് ആയിട്ട് ഞാൻ അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആവേശത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു സീറ്റിന്റെ എഡ്ജിൽ വന്നിരുന്നിട്ടാണ് മൂവി ഫുൾ കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്കും ഒരു സസ്പെൻസ് ത്രില്ലർ ആയിട്ടുള്ള മൂവിയാണ് നമ്മുടെ സൂക്ഷ്മദർശിനി. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 2.5 hours എങ്ങാനും ഉണ്ടോന്ന് തോന്നുന്നു ഈ ഒരു മൂവി. ബട്ട് പടം സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തതൊന്നും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അത്രയും ഒരു കിടലൻ മൂവി തന്നെയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് എത്തി. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു 100 times സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിരുന്നു സെക്കൻഡ് പാർട്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഒട്ടും ബോറടിപ്പിക്കാതെ ഒട്ടും ലാഗ് ചെയ്യാതെ നമ്മുടെ ആ സീറ്റ് തന്നെ പിടിച്ചിരുത്താനായിട്ട് MC ജിതിൻ എന്ന ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സും ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി മസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. ആൻഡ് എന്നെപ്പോലെ യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാതെ നമ്മൾ ആരെടുത്തും ഇതിന്റെ സ്റ്റോറി കാര്യങ്ങളൊന്നും ചോദിക്കാതെ ആ ഒരു ഫ്രീ മൈൻഡോട് കൂടി പോയി കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ലവ് ദിസ് മൂവി. ബേസിൽ ആൻഡ് നസ്രിയ മൂവി ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ പലരും വിചാരിക്കും ഇതൊരു ഫൺ ആൻഡ് ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു മൂവിയാണെന്ന്. ബട്ട് ഇത് അങ്ങനെ ഒരു മൂവിയല്ല. ബേസിൽ ആൻഡ് നസ്രിയ വന്നിട്ട് നെയ്ബേഴ്സ് ആണ്. ആൻഡ് ബേസിന്റെ വീട്ടിൽ എന്തോ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം നടക്കുന്നുണ്ടെന്ന് നസ്രിയയുടെ ക്യാരക്ടറിന് തോന്നുകയും പിന്നെ നസ്രിയയുടെ ആ ഒരു ക്യാരക്ടറിന്റെ കണ്ണിലൂടെയാണ് ഈ ഒരു മൂവി മുന്നോട്ടേക്ക് പോകുന്നത്. നസ്രിയ ആ ഒരു ടൈറ്റിലിനെ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു നാച്ചുറൽ ആക്ടിങ് തന്നെയാണ് ഈ ഒരു മൂവിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മളിൽ പലരും നമ്മുടെ നെയ്ബേഴ്സിന്റെ വീട്ടിൽ ഒരു വണ്ടി വരുവാണെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ എത്തി നോക്കിയിട്ടുണ്ടാവും അല്ലെ അവിടെ ആരാണ് വന്നതെന്ന് നോക്കാനായിട്ടുള്ള. അതേപോലെ തന്നെ നൈബറിന്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ഇതിൽ നസ്രിയയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു ടിപ്പിക്കൽ വീട്ടമ്മയാണെന്ന് തോന്നുമെങ്കിലും ബട്ട് പോകെ പോകെ ഈ ഒരു വീട്ടമ്മയുടെ ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ് ഈ ഒരു മൂവി മുന്നോട്ടേക്ക് പോകുന്നത്. ആൻഡ് ബേസിൽ ആൻഡ് നസ്രിയ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. എസ്പെഷ്യലി ബേസിലിന്റെ ക്യാരക്ടർ എവിടെയോ ഒരു ഷമ്മി ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് പലപ്പോഴായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു മൂവിയിൽ. ബേസിൽ എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര ഫണ്ണി ആൻഡ് ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണല്ലോ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷെ ഈ ഒരു ഫിലിമിൽ നമ്മൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനോട് കൂടി ഒരിക്കലും പോകരുത്. അതുപോലെ തന്നെ ബേസിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ ഫഹദ് ചെയ്യാറുണ്ടെങ്കിൽ രസമായിരുന്നേനെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് പോകുന്നുണ്ട്. ബിക്കോസ് ഷമ്മി ഹീറോ എന്നുള്ള ആ ഒരു സംഭവം അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ബേസിൽ ആൻഡ് നസ്രിയ മാത്രമല്ല അതിൽ ആക്ട് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടേഴ്സും എന്താ പറയണ്ട അത്രയും നാച്ചുറൽ ആയിട്ട്, എസ്പെഷ്യലി സിദ്ധാർത്ഥ് ഭരതന്റെ ഒക്കെ ആക്ടിങ് ഭയങ്കര കിടിലനായിട്ടുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും തന്നെ അത്രയും മനോഹരമായിട്ട് വെരി നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം വെരി വെരി ഗുഡ് ആണ്. ഓൾ ടുഗദർ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.